ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞങ്ങൾ വന്നേക്കണത് നിങ്ങൾക്ക് എല്ലാവർക്കും കാണാം, ക്രിസ്മസ് ഷോപ്പിംഗ്. യെസ്, ഇന്ന് ക്രിസ്മസിൻ്റെ ഓർണമെൻറ്റ്സും ഡ്രസ്സും എടുക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ വന്നേക്കണേ. നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവും നവംബർ മിഡ് പോലും ആയിട്ടില്ല, അതിന് മുന്നേ ക്രിസ്മസ് ഷോപ്പിംഗ് തുടങ്ങിയോന്ന്. പക്ഷേ നിങ്ങൾക്ക് എന്താണെന്ന് അറിയും, ഞങ്ങൾ നാട്ടിൽ പോവാണ് ഗൈസ്. ഞങ്ങൾ നാട്ടിൽ പോവാം അടുത്ത ആഴ്ച. പക്ഷേ അക്കു വന്നില്ല. അപ്പോൾ അത് തന്നെ അക്കുവിന് ഭയങ്കര ആഗ്രഹം. മാത്തച്ഛനൊക്കെ ഉണ്ടായിട്ടുള്ള ഫസ്റ്റ് ക്രിസ്മസ് അല്ലേ, അപ്പോൾ നമുക്കൊന്ന് ഇവിടെ ഒരുമിച്ചൊന്ന് ട്രീ ഒക്കെ ഡെക്കറേറ്റ് ചെയ്ത് ഫോട്ടോ ഒക്കെ എടുത്ത് കഴിഞ്ഞിട്ട് നാട്ടിൽ പോയാൽ പോരെ. അപ്പോൾ നാട്ടിൽ ചെന്നിട്ട് ഡിസംബർ, അപ്പോൾ ഇത് നവംബർ ക്രിസ്മസ് ട്രീ ഡെക്കറേഷൻ, നാട്ടിൽ ചെന്ന് കഴിയുമ്പോൾ ശരിക്കും ക്രിസ്മസിൻ്റെ ഡിസംബർ ഡെക്കറേഷൻ. അപ്പോൾ അങ്ങനെ നമുക്കപ്പോൾ 2 സെറ്റ് വീഡിയോസ് എടുക്കാനാണ് ഞാൻ ഉദ്ദേശിച്ചേക്കണേ. അപ്പോൾ ഇന്നിവിടെ വന്നേക്കണത് നമ്മൾ ക്രിസ്മസ് ഓർണമെൻറ്റ്സ് എടുക്കാൻ വേണ്ടി. നമുക്ക് നോക്കാം. ബാക്ക്ഗ്രൗണ്ടിൽ തന്നെ നോക്കിക്കുക, എന്താ ഇത് നോക്കുക, ക്രിസ്മസിൻ്റെ റെയിൻഡിയർ, ക്രിസ്മസ് ട്രീ, ഫുൾ മഞ്ഞ് നിറഞ്ഞ ട്രീ, ഇതില്ലാത്ത എന്താണ് ലൈറ്റ്സ് ഇട്ടേക്കണ, ലൈറ്റ് അപ്പ് ചെയ്തേക്കണ ട്രീ. പിന്നെ എന്തൊക്കെയാ, മെലിഞ്ഞ് തൊലിഞ്ഞൊരു ട്രീ. ഇത് ഒറിജിനൽ ട്രീ ആണോ? അല്ല അല്ലേ, പക്ഷേ ഇത് നല്ല ഒറിജിനൽ ട്രീ അല്ല, പക്ഷെ ഒറിജിനൽ പോലെ തോന്നി ഒരു മെലിഞ്ഞ് തൊലിഞ്ഞ ട്രീ. കളർഫുൾ ലൈറ്റ്സ് ഉള്ള ട്രീ. പിന്നെ എന്തൊക്കെയാ ഉള്ളത്, പിക്കച്ചു. ഓ നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. ഇത് നോക്കിക്കേ. എനിക്ക് ആക്ച്വലി ഭയങ്കര ആഗ്രഹമായിരുന്നു നമുക്കൊരു അയ്യോ പൊക്കല്ലേ, നിൻ്റെ ഇരട്ടി സൈസ് ഉണ്ട്, ഇപ്പച്ചൻ്റെ ഇരട്ടി സൈസ് ഉണ്ട്. അത് നല്ല ഭംഗി. എനിക്ക് ഇങ്ങനെ ഒരു ട്രീ ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. ഇത് നമുക്ക് ആക്ച്വലി ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഇതിനകത്ത് എന്തോ സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഗ്രീൻ ട്രീ ആക്ച്വലി വൈറ്റ് ആവും. പക്ഷെ തിരിച്ചത് ഗ്രീനിലേക്ക് ആക്കാൻ പറ്റില്ല എന്നുള്ളതാണ് ഒരു പ്രശ്നം. കഴിയാ പോരെ, ഇതങ്ങനെ പോലും നോക്കിക്കേ, ഇതങ്ങനെ ഒട്ടിപ്പിടിച്ച ഒരു സാധനമാണ്. ഇത് നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ എങ്കിലും പിന്നെ തിരിച്ച് നമുക്കൊരു ഒരു കംബാക്ക് ഇല്ല അതിന്. അത് നോക്കിയേ, എന്ത് രസമാണ് ഇത്. ഈ പുറത്ത്, വീടിൻ്റെ പുറത്തൊക്കെ വെക്കണേ. തൊട്ടാ ഷോക്ക് അടിക്കുമോ? നോക്കിയേ, തുടണ്ടേ, ഷോക്ക് അടിക്കില്ല അല്ലേ. പ്ലാസ്റ്റിക് $99 ആണൂന. അയ്യോ, പക്ഷെ നല്ല രസം കാണാൻ, ഭയങ്കര ഭംഗിയുള്ള റെയിൻഡിയർ അല്ലേ, ഭയങ്കര രസം കാണാൻ. പിന്നെ ഇത് ഫുൾ ഒരു കുഞ്ഞ് റെയിൻഡിയർ നോക്കി. ഇതൊക്കെ നമ്മൾ ഈ വീടിൻ്റെ പുറത്ത് ബ്ലോ അപ്പ് ചെയ്ത് വെക്കണതാ. ഇത് നോക്കിയേ, Rudolph the red-nosed reindeer had a very shiny nose, and if you ever saw it, you would even say it glows. ഞാൻ ഇപ്പോഴാണ് ഓർക്കണേ, എൻ്റെ എല്ലാ വീഡിയോയിലും ഞാനൊരു പാട്ട് പാടിയിട്ടുണ്ടാവും. എന്നെ കൊണ്ട് ഈ ശബ്ദം കൊണ്ട് ടോം ക്രൂസ് എല്ലാ സിനിമയിലും ഒരു ഓട്ടോയെങ്കിലും നടത്തുന്ന പറഞ്ഞ പോലെയാണല്ലോ. അതെ, എൻ്റെ ഈ ശബ്ദം വെച്ചുകൊണ്ട് എല്ലാ വീഡിയോയിലും ഒരു പാട്ടെങ്കിലും പാടിപ്പിക്കണം എന്നുണ്ടല്ലേ. ഇതെനിക്ക് ആക്ച്വലി ഇഷ്ടമാണ്. കുറേ ഗ്രീനും കുറച്ച് വൈറ്റ്. അത് ഫുൾ വൈറ്റാണ്. അപ്പോൾ ഫുൾ വൈറ്റ് ആകുമ്പോൾ കുഴപ്പമെന്ന് വെച്ചാൽ നമ്മൾ ഓർണമെൻറ്റ്സ് ഇടുമ്പോൾ കുറച്ച് എല്ലാം കളറും അങ്ങ് ചേർന്നൊന്നും വരില്ല. ഇതാകുമ്പോൾ നല്ല രസമാണ്. ഇത് കണ്ടോ, നമ്മൾ US വന്ന കാലം തൊട്ടുള്ള ട്രീയാണ് ഞങ്ങൾ ഇപ്പോഴും യൂസ് ചെയ്യുന്നതെന്നുള്ളത് സത്യം. അതായത് കഴിഞ്ഞ 8 കൊല്ലമായിട്ട്. പക്ഷെ ഞങ്ങൾ ഫസ്റ്റ്, അതായത് 8 കൊല്ലം മുന്നേ ഞങ്ങൾ ചെയ്ത ഫസ്റ്റ് ക്രിസ്മസ് ട്രീ ഡെക്കറേഷൻ്റെ വീഡിയോ ഞങ്ങളുടെ കയ്യിൽ ഇപ്പോഴും ഉണ്ട് ഗൈസ്. അതെപ്പോൾ കാണിച്ചു തരാം. ഈ വീഡിയോ ഞങ്ങൾക്ക് എന്നും ഭയങ്കര സ്പെഷ്യലാണ്. കാരണം അത് ഞങ്ങൾ ഒരുമിച്ചുള്ള ഞങ്ങളുടെ ഫസ്റ്റ് ക്രിസ്മസ് ട്രീ ഡെക്കറേഷനാണ്. ഫസ്റ്റ് അത് മാത്രമല്ല, അക്കുവിൻ്റെ ലൈഫിൽ തന്നെ ഫസ്റ്റ് ക്രിസ്മസ് ട്രീ. കാരണം അവർ 2 ആണുങ്ങളായി തന്നെ അവരുടെ വീട്ടിലങ്ങനെ ട്രീ ഡെക്കറേഷൻ, ക്രിസ്മസിൽ അങ്ങനെ പുൽക്കൂട് വയ്ക്കൽ അങ്ങനത്തെ ഏർപ്പാടൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ ഈ മരുഭൂമിയിലെ മരുപ്പച്ചയായിട്ട് വന്ന ആളാണ് ഞാൻ. എന്താ വല്ല എതിർപ്പുണ്ടോ? ഇല്ല. പക്ഷെ ഇട്ടൊക്കെ വില നോക്കിയേ. പക്ഷെ ഇതൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ ഇൻവെസ്റ്റ്മെന്റ് ആണേ. എന്താ ഡിഫറൻസ്? ഇതിന് 229 ഇത് 99. ഇലകൾക്ക് വ്യത്യാസം. ഇത് കുറച്ചുകൂടി ഒരു പ്രീമിയം ഇലകളാന്ന് തോന്നുന്നല്ലേ. ശരി, അതാ നോക്ക്, ഈ ഇലകൾ നോക്കിയേ. ഇതിന്റെ ഇല കുറച്ച് ഡിഫറൻസ് ഉണ്ട്. ഇത് നമ്മുടെ നാട്ടിൽ കാണുന്ന ഇലകളല്ലേ. ലിറ്ററലി ഈ ഇലയാണ് ഞങ്ങളുടെ വീട്ടിലെ ട്രീക്ക് ഈ ഇല തന്നെയാ. ലിറ്ററലി ഈ ഇലയാട്ടോ. ഈ പച്ചൻ എന്തോ കാണിക്കണ്ട്. നമുക്ക് ഈ പച്ചനെ കൂടി ഇതിനകത്ത് കയറ്റിയിരുത്തിയാലോ. പെപ്പർമിന്റ് സ്പാ.
നോക്കി എന്നാ നല്ല ഹൈറ്റ് ഉള്ള ട്രീ. ഓ ഇത് നോക്കി, ഇതിനും 299. ഇതിനെന്തോ മിസ്റ്റേക്ക് വന്നേക്കണം. ഇതിന് 2. അത് ശരി, അതെങ്ങനെയാന്നേ? പക്ഷെ അത്രയും പൊക്കമൊക്കെ വേണോ? നമുക്ക് വേണ്ട, നമുക്ക് ട്രീ വേണ്ട. പക്ഷെ ഇതിനും 299 ഉള്ളൂ. ഇതിനും 299. ദേ ഇതിനും 299, ഇതിനും 299. അപ്പൊ എന്തോ എന്താ ഡിഫറൻസ് എനിക്ക് മനസ്സിലാവണില്ല അല്ലേ? ഹൈറ്റ് കൂടുന്തോറും വലിയ പ്രശ്നം. അതെങ്ങനെയാ? അതെ, ഹൈറ്റിലല്ല, അപ്പൊ വേറെ എന്തോ ആണ്. പക്ഷെ ഇതിന് 99. ഇതിന് 99ഉം. ഇതാ ഇത് നോക്കിക്കേ, ഈ ട്രീക്ക് 189 ഉള്ളൂ. പക്ഷെ ഇതെന്താ എനിക്കിഷ്ടം, ഈ കുറേ ഗ്രീനും കുറച്ച് വൈറ്റും ഉള്ള സംഭവം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതിലിതാ ഓൾറെഡി ഇതുണ്ട്. പ്രീലിറ്റ് ആയിരിക്കും. അതെ, പ്രീലിറ്റ് ആയിരിക്കും. പക്ഷെ എന്നാലും ആ പ്രീലിറ്റ് ആണല്ലോ ഈ റേറ്റ് നല്ലതല്ലേ? അത് LED കൂടെ റേറ്റ് വരും അല്ലേ? ഇനി വേറെ എങ്ങനത്തെ ട്രീസാ ഉള്ളത്? എനിക്ക് ഈ ട്രീ ഇഷ്ടം. അതുപോലെ തന്നെ ഇതാ കണ്ടോ, ഫുൾ കുറേ ഗ്രീനും. ഇതിനെത്രയാ? 189. ഞാൻ വാങ്ങുവാണെങ്കിൽ ഞാൻ ഇതാ വാങ്ങുള്ളൂ. റീസണബിൾ ആയിട്ടുള്ള റേറ്റാണ് നോക്കി വന്നേന്നുണ്ടെങ്കിൽ ഞാൻ ആദ്യം പറയണത് വാൾമാർട്ടാണ്. അത് കഴിഞ്ഞിട്ടാണ് നമുക്ക് ടാർഗറ്റ്. ഇപ്പോൾ നമ്മൾ കോസ്റ്റ്യൂം നമ്മളെടുക്കുക, ഡ്രസ്സ് ക്രിസ്മസിൻ്റെ നമ്മൾ റെഡ് ആൻഡ് ബ്ലാക്ക് തീമുള്ള ഡ്രസ്സ് നമ്മൾ എടുക്കുന്നത് ഇവിടുന്ന് ടാർഗറ്റിൽ നിന്നാണ്. അത് ഈ മാത്തച്ഛൻ ഓൾറെഡി ഓൺലൈൻ ഓർഡർ ചെയ്തിട്ടുണ്ട്. ടാർഗറ്റിൽ നിന്ന് തന്നെ പോയി പിക്കപ്പ് ചെയ്യണം. ഈപ്പച്ചൻ്റെയും നമ്മുടെയൊക്കെ നമുക്ക് നോക്കാം. ഓ മാത്തച്ഛൻ്റെ ഡ്രസ്സ് എത്തി. കണ്ടേ, അതിന് സൈസൊക്കെ ഒന്ന് നോക്കിയേ. വലുതാണോ? അല്ലല്ലേ, വലുതാണോ സംശയം ഉണ്ടത്. ഇല്ല, ഫിറ്റ് ആവുന്നേ. പക്ഷെ നല്ല മെറ്റീരിയൽ ആട്ടോ. ഓക്കെ, ഈ സെക്ഷൻ നമുക്ക് ആക്ച്വലി പറ്റാൻ ചാൻസ് ഉണ്ട്. മാത്തച്ഛൻ്റെ പോലെ തന്നെ സെയിം പ്രിന്റ് അതെ ഇതിന്. അത് നോക്കി, അതിനകത്ത് 3T വല്ല ഉണ്ടോ നോക്കിക്കേ. അവിടെ ചെന്ന് ഇപ്പം സൈസ് നോക്കാൻ തോടി ഓടി കിടക്കല്. 3T ആണല്ലേ? എന്നാ ഒന്ന് ട്രൈ നോക്കി ഇപ്പച്ചൻ്റെ. നേരെ തന്നെപ്പാ നോക്കട്ടെ, ഫിറ്റ് ആവോന്ന് അറിയാൻ വേണ്ടിയല്ലേ ഇപ്പച്ചന് സൈസ്. ഇറക്കം ഇച്ചിരി കൂടുതലാണോ? ഇല്ല, അത് നല്ലതാ, അത് കുഴപ്പമൊന്നുമില്ല. വേണമെങ്കിൽ സൈഡ് വേസ് നോക്കാം. ഒരു മിനിറ്റ്, കൈ മാറ്റിക്കേ. അത് മതി, 3T മതി. ഇത് കുഴപ്പമില്ല. നോക്കി വെച്ച് നോക്കിയത്. അത് പൊളിച്ച്. ഗ്രീൻ മിക്സ് ആൻഡ് മാച്ച് ഫാമിലി സ്ലീപ്പ്. യെല്ലോ പ്ലേഡോ വെച്ച് ഡൈനോസറിനെ ഉണ്ടാക്കാലോ. അപ്പോൾ ഇത് എടുക്കാം. എടുത്തോ, സെലക്ട് ചെയ്തോ? കുഴപ്പമൊന്നുമില്ല, നല്ല മെറ്റീരിയൽ. ഓക്കെ, അപ്പോൾ നൂനൂനും ആയി, ഇപ്പച്ചനും മാപ്പച്ചനും ആയി, എനിക്കുള്ളത് ഓൺലൈനും കിട്ടി. പൊളിച്ച്. അങ്ങനെ ബില്ലിംഗ് കൗണ്ടറിലേക്ക് ഞങ്ങൾ വിടുകയാണ്. മാത്തച്ഛൻ്റെ പക്ഷേ നമ്മൾ ഓൾറെഡി പെയ്ഡാ. മാത്തച്ഛൻ ഓൾറെഡി പെയ്ഡാ അല്ലേ? നമ്മുടെ തീമിലൊക്കെയാണല്ലോ ഈ ചേട്ടൻ ഓൾറെഡി നിൽക്കുന്നത്. നമ്മുടെ ഡ്രസ് കോഡ്. എന്താണോ ഇത്ര ഗൗരവം? വണ്ടി കിട്ടാൻ വേണ്ടിയാ? ഇതാണ് നമ്മുടെ തീം. ഇതാ ഞങ്ങളുടെ വീട്ടിലിരിക്കുന്ന ഡെക്കറേഷൻ ആക്ച്വലി ഇതാ. അല്ല, ഈ സെയിം സാധനം നമ്മുടെ ഇരിക്കണത്. ഒന്നും പുതിയത് വാങ്ങാനില്ല. ഞാൻ ജസ്റ്റ് ഇവിടെ വന്നൊന്ന് എക്സ്പ്ലോർ ചെയ്യാൻ, ഈ ട്രീ ടോപ്പർ വാങ്ങാനാണ് വന്നത്. പക്ഷെ അതിന് മുന്നേ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി വന്നതാ അല്ലേ? നമ്മുടെ സെയിം തീമാ, ഗോൾഡൻ വൈറ്റ്. നമ്മുടെ ഇതൊക്കെ വെച്ചാൽ റെഡ് കയറ്റണം ഇടയിൽ. ഒരു കുഞ്ഞ് അവിടെ എവിടെയും ഭയങ്കര ബ്ലായ് ആവോന്നൊരു സംശയം ഉണ്ട് കേട്ടോ എനിക്ക്. ഇതിന്റെ ഒരു റെഡ് വാങ്ങാം, ഇല്ലെങ്കിൽ ഭയങ്കര ബ്ലായാ നൂന. ഇടയ്ക്ക് അവിടെ ഇവിടെ അല്ലേ ഉള്ളൂ. ഞാൻ റെഡ് വാങ്ങാം. ഇത് ഫുൾ ലൈറ്റ്സിന്റെ സെക്ഷൻ ആണെന്ന് തോന്നുന്നു അല്ലേ? ലൈറ്റ്സ് അതിന് ഇതിൻ്റെയൊക്കെ. ട്രീ ടോപ്പർ ഇതെങ്ങനെയുണ്ട് നോക്കാം. അപ്പോൾ ഇതെനിക്ക് ആക്ച്വലി ഇഷ്ടപ്പെട്ടു. ഇത് എത്രയാ? ഇതിന് $22. ഇച്ചിരി എക്സ്പെൻസീവ് ആണ്, എന്നാലും സാർ എനിക്ക് ആക്ച്വലി ഇഷ്ടപ്പെട്ടു. ഇത് നോക്കാം. വേറെ ട്രീ ടോപ്പർ എന്തോ സിഗ്നിഫിക്കൻസ് ഉണ്ടല്ലോ. അന്ന് ഗ്രഹനാഥൻ വെക്കണമെന്നോ അങ്ങനെ എന്തോ ഇല്ലേ? അങ്ങനെ എന്തോ ഉണ്ട് ആക്ച്വലി. അല്ലാണ്ട് എനിക്ക് അത്ര ഹൈറ്റ് ഇല്ലല്ലോ. ഇതൊക്കെ നോക്കിക്കേ, ഇത് ഇവിടെയൊക്കെ ഉണ്ട് കാര്യം ട്രീ ടോപ്പേഴ്സ്. പക്ഷെ സിൽവർ മൾട്ടി കളർ നമ്മുടെ ഇതല്ല വാവേ. ഫ്ലേക്കോ എന്ത് പറയണു?
അതിനനുസരിച്ചുള്ള റേറ്റ് ഡിഫറൻസ് ഉണ്ട്. ഇത് 22 ആണ്, ഇത് 10 23 10 അതിന് റേറ്റ് ഡിഫറൻസ് ഉണ്ട്. പക്ഷെ കാണാൻ ഭംഗിയതാ. അതിനൊരു വേറെ ഭംഗിയുണ്ടല്ലേ. ഇവിടെ നൂന ഞാൻ പറഞ്ഞ കേട്ടേന്നേ, ഒരു സെറ്റ് റെഡ് വാങ്ങാം. നിങ്ങൾക്ക് തന്നെ പറഞ്ഞല്ലേ, ഫുൾ വൈറ്റും ഗോൾഡും മാത്രമായി കഴിഞ്ഞാൽ ബ്ലായാവും. ഇത് തമ്മിൽ ചേരുമെന്ന് ഇതാ ചേരുന്നില്ല. എന്തോ ചേരായിക. ഇതാ എന്താ ഭംഗി. ശരി, ഒരു സെറ്റ് മാത്രം എടുക്കാം. ഈ സെറ്റ് എടുക്കാം. ഇതെടുത്തിട്ട് ഇനിതാ റീത്തുകൾ നോക്കിക്കേ. നോക്ക്, നല്ല രസമുള്ള കുഞ്ഞു റീത്തുകൾ കേട്ടോ. ഇത് എന്താന്നറിയാമോ? ഇത് മുൾക്കിരീടാ. പിന്നെ അത് അങ്ങനെയൊന്നുമല്ല, അത് മറ്റേ അല്ലെങ്കിൽ തന്നെ മുടി മൊത്തം പോസ്റ്റ്പാർട്ടം ഹെയർ ഫോള് കാരണം തലയിൽ ഒറ്റ മുടിയില്ല. അതിൻ്റെ അപ്പം ഇതൊക്കെ വെച്ചിട്ട് ആക്ച്വലി പോസ്റ്റ്പാർട്ടം ഹെയർ ഫോളിന് ബയോട്ടിൻ കഴിച്ചു കഴിഞ്ഞാണല്ലോ, അത് ആക്ച്വലി തിരിച്ച് വരണ മുടിക്ക് ഭയങ്കര ഹെൽപ്ഫുൾ. അപ്പോൾ നിങ്ങൾ പ്രീനേറ്റലൊക്കെ കഴിക്കുവാണെന്നുണ്ടെങ്കിൽ അതിൽ ബയോട്ടിൻ്റെ കണ്ടന്റ് ഉള്ള എനിക്ക് പുതിയതായിട്ട് കിട്ടിയ ഇൻഫർമേഷൻ ആയിരുന്നു അത്. അയ്യോ സിലിക്കാച്ചല്ലേ, ഈശ്വര അതൊന്നും എടുക്കല്ലേപ്പാ. ഇത് നോക്കിക്കേ, എങ്ങനെ റീത്ത് കണ്ടോ? ഇതാ ഇത് നോക്കിയെന്നല്ലോ, നമ്മുടെ വെൽക്കം ബോർഡ് പോലത്തെ. നമ്മുടെ റീത്തും മാറ്റാറായിട്ടോ അത്യാവശ്യമായിട്ട്. ഇതെടുത്താലോ? നമ്മുടെ സ്ട്രോളർ എടുത്തിട്ടായിരുന്നോ? എടുത്തില്ല അല്ലേ? ഇതൊക്കെ ഞാൻ എങ്ങനെ കൊണ്ടുപോകും? ഇതെടുക്കാം നമുക്ക്. ഇതെടുത്താലോ? നമ്മുടെ പഴയത് മാറ്റാറായി. ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു, നല്ല രസം കാണാൻ. അപ്പോൾ ഒരു ട്രീ ടോപ്പർ നോക്കാൻ വന്നിട്ട് നമ്മൾ റെഡ് ഇത് കൊടുത്തു. നമ്മൾ ഇത് ഇങ്ങനെയാണോ? ഇതെന്താ ഇവിടെ എടുത്തോളാ? അടിയിൽ എടുത്തോളാം. എന്താ അതിൻ്റെ അടിയിലേക്ക് എന്തെങ്കിലും ഹാങ് ചെയ്യണമെങ്കിൽ വേണ്ടിയായിരിക്കും അല്ലേ? സ്റ്റൈല്. അത് നോക്കിയേ, അത് നോക്ക്, തുണിക്ക് വേണ്ടിയാ. ഇത് നോക്ക്, നല്ല രസമല്ലേ കാണാൻ? വാവ്. ഇത് മുകളിൽ കുറെ സാന്റാക്ലോസ് നോക്കിക്കേ. ഇത് ഇവിടെ നോക്കിക്കേ, ഇത് ഇവിടെ നോക്ക്. നമ്മുടെ ഈ വീട്ടിൽ ഫയർ പ്ലേസിൻ്റെ ഒക്കെ മുകളിൽ വയ്ക്കാവുന്ന രീതിയിലുള്ള സാന്റാക്ലോസുകൾ. എന്ത് രസമാണ് നോക്കിയേ. അതിൻ്റെ ആ പെർഫെക്ഷൻ നോക്കി ഫേസിൻ്റെ ഒക്കെ. പുള്ളി കുക്ക് ചെയ്തുകൊണ്ടിരിക്കുക. പുള്ളിതാ എന്തോ ബേക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഇതിവിടെ നോക്ക്. ആയി തുടങ്ങിയിട്ടില്ല. യൂഷ്വലി ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ ക്രിസ്മസ് ഒക്ടോബർ 31 ഹാലോവീൻ കഴിഞ്ഞാൽ നെക്സ്റ്റ് ഡേ നവംബർ 1 നോക്കിക്കഴിഞ്ഞാൽ ഇവിടുത്തെ കടകളിൽ മൊത്തം ക്രിസ്മസിൻ്റെ ഡെക്കറേഷൻസ് കയറിയിട്ടുണ്ടാവും. ഇതൊക്കെ എനിക്ക് തോന്നുന്നു ട്രീയിലുള്ള ഹാങ് ചെയ്യണ ബോ ആണെന്ന് തോന്നുന്നല്ലേ? അത് അല്ല, എനിക്ക് തോന്നുന്നു റീത്തായിട്ടും ഇടായിരിക്കാം മേ ബി. ഓ വാവ്, ഈ റീത്ത് നോക്കിയേ, നല്ല രസമുണ്ടല്ലേ. ഇതെന്ത് സ്നോമാൻ? ഇത് സ്നോമാൻ ഹെഡ്ഫോൺ വെച്ചേക്കണ പോലെ ഉണ്ടല്ലോ. അതെല്ലോ, അത് അങ്ങനെ എന്താ ഉദ്ദേശിക്കണെന്ന് തോന്നുന്നു. ഇങ്ങനെ മോഡേൺ ആർട്ട് അനുന, മോഡേൺ ആർട്ട്. അതേ അത് നോക്കിയേ, ആ വണ്ടി നോക്കിയേ. അപ്പനെ കാണിച്ചെടുത്ത്, അപ്പനെ എടുത്ത് കാണിക്കുക. ഇത് ഞാൻ ആക്ച്വലി വേറെ കുറെ കാണുന്നതാട്ടോ ഈയിടെ. ഇവിടെ ഉണ്ടല്ലോ, നമ്മളല്ലേ യൂഷ്വലി ഈ ആർട്ടിഫിഷ്യൽ ട്രീ മേടിച്ച് എല്ലാ കൊല്ലവും വെക്കണം. ഇവിടുത്തെ ഒരു കസ്റ്റം തന്നെയുണ്ട്. ചില ആൾക്കാർ റിയൽ ആയിട്ടുള്ള ട്രീ മേടിച്ച് അവർ വീട്ടിൽ കൊണ്ട് വെക്കും. അത് കഴിഞ്ഞിട്ട് ആ ഡിസംബർ തീരുമ്പോഴേക്കും അത് അവരെടുത്ത് കളയും. എന്നിട്ട് അടുത്ത കൊല്ലം വീണ്ടും പുതിയ ട്രീ. അപ്പോൾ നമ്മൾ ഡിസംബർ സമയത്തൊക്കെ റോട്ടിൽ കൂടെ പോകുമ്പോൾ കാണാം വണ്ടികളുടെ മുകളിൽ കൂടെ ഈ ഇതുപോലത്തെ ട്രീയും കൊണ്ട് ഉരക്കല്ല, ഇത് ഷോ പീസാ, ഉരക്കല്ല കേട്ടോ, വണ്ടിയല്ല അത്. ഇതുപോലെ വണ്ടികളുടെ മുകളിൽ കൂടെ മരം വെച്ചുകൊണ്ട് പോകണം. നമുക്ക് ആക്ച്വലി റോഡിൽ കാണാൻ പറ്റും. കുറേ അമേരിക്കൻസാണ് അത് ചെയ്യണത് യൂഷ്വലി. നമ്മളൊക്കെയല്ലേ ഒരു ട്രീ മേടിച്ച് കഴിഞ്ഞാൽ അത് കൊല്ലങ്ങളോളം വെക്കണത്. ഈ പ്രാവശ്യം ട്രീ കളയണം, അടുത്ത പുതിയ ട്രീ വെക്കണം എന്ന് ഓർത്ത് കഴിഞ്ഞാൽ നമ്മൾ ആ സമയമാകുമ്പോഴേക്കും അടുത്ത കൊല്ലത്തേക്ക് പുതിയ ട്രീ എന്ന് തന്നെ പറഞ്ഞു പോകണം ടീംസാ. ജിഞ്ചർ ബ്രെഡ് എന്താ ആക്ച്വലി ജിഞ്ചർ ബ്രെഡിൻ്റെ കോൺസെപ്റ്റ്? ഇവിടെ ചെന്ന് കഴിഞ്ഞാൽ വീടുകളിൽ അവർ ഉണ്ടാക്കണതാണ് നമുക്ക് ജിഞ്ചർ ബ്രെഡ്. ഇത് ആക്ച്വലി ബിസ്ക്കറ്റ് അല്ലേ, കുക്കി പോലത്തെ എന്തോ സാധനം വെച്ച് ഇവിടുത്തെ എല്ലാ വീടുകളും പിള്ളേരുണ്ടാക്കണതാ. ഇത് ആക്ച്വലി എഡിബിളാ. ഇത് എഡിബിളല്ല, പക്ഷേ ഇത് എഡിബിളല്ലല്ലോ അല്ലേ? ഇത് എഡിബിളല്ല, പക്ഷെ യൂഷ്വലി എല്ലാ വീടുകളിലും പിള്ളേർ ഉണ്ടാക്കും ജിഞ്ചർ ബ്രെഡ്.
ജിഞ്ചർ ബ്രെഡ് എന്നല്ലേ ഇതിന് പറയണേ? ജിഞ്ചർ ബ്രെഡ് എന്നല്ലേ? ജിഞ്ചർബ്രെഡ്. എന്താ പേര് നോക്കട്ടെ കേട്ടോ. ജിഞ്ചർബ്രെഡ് ഹൗസ്. ജിഞ്ചർബ്രെഡ് ഹൗസ് എന്നാണ് പറയണേ? ആയിരിക്കണം. ചുമ്മാ പറയാ. എന്താ അതിന് പറയണേ? ഓ ദാ ഈപ്പച്ചന്റെ കറോസൽ. എന്നാപ്പാ ഇന്ന് കുറച്ചധികം പേടിക്കാനുള്ള ഓപ്പർച്യൂണിറ്റി. ഹാലോവീൻ ഇത്രയും പേടിച്ചില്ലാന്ന് തോന്നുന്നു. ഓ സ്നോ ഗ്ലോബ്സ്. അയ്യോ എടുക്കല്ലേ എടുക്കല്ലേ. ഓ വാ, അത് ഞാൻ കണ്ടില്ലായിരുന്നു. ബാറ്ററി ഡിസ്കോ ബോൾ. സ്നോ ഫ്ലേക്സ്. ആക്ച്വലി നിങ്ങൾക്ക് അറിയാം ഈ സ്നോ ഫ്ലേക്സിന് ഈ ഷേപ്പ് തന്നെയാണ് ശരിക്കും. എൻ്റെ ഇപ്പോൾ എൻ്റെ ഒരു ഫോട്ടോ ഉണ്ട്, ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. അതിനകത്ത് ഒരു സ്നോ ഫ്ലേക്ക് എൻ്റെ കയ്യിലിരിക്കുന്ന ഒരു ഫോട്ടോ ഉണ്ട്. ലിറ്ററലി ഇത് തന്നെയാണ് ഓരോ സിംഗിൾ സ്നോ ഫ്ലേക്കിൻ്റെ ഷേപ്പ്. നമ്മൾ വിചാരിക്കും ചുമ്മാ സ്നോ ഫ്ലേക്ക് എന്ന് കാണിക്കണം, പക്ഷെ അത് അങ്ങനെയല്ല. ഇതൊക്കെ നോക്കിയേ, ക്രിസ്മസ് ട്രീ. ഇത് നമ്മുടെ പെപ്പർമിൻറ്റിൻ്റെ ട്രീ. ഇത് ഫുൾ പെപ്പർമിൻറ്റ് ഡെക്കോസ് ആണെന്ന് തോന്നുന്നു. ഇതാ നോക്ക്, സ്നോമാൻ. കഴിഞ്ഞാലും നമ്മൾ സ്നോമാനും ഉണ്ടാക്കിയത് ഓർക്കണ്ടോ? ഇപ്പോൾ വെച്ചാൽ സ്നോ വന്നപ്പോൾ കഴിഞ്ഞാലും ഞങ്ങൾ ഇതൊരു കുഞ്ഞൊരു സ്നോമാനെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതെന്താ നൂന കറുത്തിരിക്കണേ? കറുത്ത ട്രീ ഉള്ള ഇട്ടണവരും ഉണ്ടോ? ഇത് അതിനുള്ള കറുപ്പിനുള്ള ഇത് നോക്കി. ഓ ആക്ച്വലി ഓരോ തീമിനുള്ള ഏതാട്ട് ഇതാ ബ്ലാക്കിനുള്ളതാണ്. ഇതാ ബ്ലാക്ക്. ഓ ദാ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഒന്ന് നോക്കിക്കേ, ബ്ലാക്ക് ആൻഡ് വൈറ്റ് ബോള്. പക്ഷെ അത് ഞാനിതൊരു ആരും ചെയ്ത് കണ്ടിട്ടില്ല. ഇത് നോക്കി, അതിന് വേണ്ടി പിന്നെ ഒന്ന് പോയി കരുതിനാവാൻ വേണ്ടി ഒരു കൊല്ലം കഴിഞ്ഞാൽ ബാക്കി എല്ലായിടത്തും കണ്ടു നോക്കി. പ്ലേഡോ ഉണ്ട് ഇപ്പം വീട്ടിൽ നമ്മൾ മേടിച്ചതാണല്ലോ പ്ലേഡോ. അതങ്ങനെ ബ്ലാക്കിൻ്റെ തീം. ഓ ഓരോ തീം അതാ. ഇനി തന്നെ ഇതാ ഗോൾഡിൻ്റെ തീം നോക്ക്, കണ്ടോ? ഗോൾഡാണ് ഞങ്ങളുടെ സ്ഥിരം. ഇത് ഇച്ചിരി കണ്ണു പൊട്ടണ ഗോൾഡാ. വാ, അത് നല്ല രസമുണ്ടല്ലേ, ഒരു മാറ്റ് ലുക്ക് അല്ലേ, മാറ്റ് ഫിനിഷിംഗ് ഉണ്ട്. ഇത് കണ്ടോ, ഇത് ഫുൾ ഇങ്ങോട്ട് നോക്കിക്കേ, ഫുൾ ആ ഒരു സട്ടിൽ ഗോൾഡ് അല്ലേ. ഇത് നോക്കി, ഇത് ഭയങ്കര ഇച്ചിരി വെട്ടക്ക് ഗോൾഡാ. അന്നേരം നോക്കിക്കേ, ട്രാൻസ്പെറൻ്റ് അല്ലേ, എന്തോ രസം കാണാൻ. ഇത് നോക്കിയേ, നമ്മുടെ ആ ഡിസ്കോ ബോളിൻ്റെ തന്നെ ഗോൾഡ്. നമ്മുടെ രാജാവാ, ഞങ്ങളുടെ രാജാവ്. നോക്കി തിരിഞ്ഞേ, നമ്മുടെ രാജാവാണ്. എൻ്റെ ദൈവമേ, അയ്യടാ സന്തോഷം നോക്കി. അങ്ങനെ വെറും ട്രീ ടോപ്പർ മാത്രം വാങ്ങാൻ വന്ന ഞാൻ വെൽക്കം ബോർഡും വാങ്ങിച്ചു. പിന്നെ റെഡ് കളറിലെ ഡെക്കറേഷൻസ് ഓർണമെൻറ്റ്സും കൂടെ മേടിച്ചു. കാരണം മറ്റത് കുറച്ച് ബ്ലായ് ആവുമെന്ന് തോന്നിയത് കാരണം ഇതും കൂടെ ഒന്ന് പരീക്ഷ നോക്കാമെന്ന് ഓർത്തു. അങ്ങനെ നമുക്ക് ഇനി ഇതെല്ലാം കൊണ്ടുപോയി നമ്മുടെ ക്രിസ്മസ് ട്രീ ഡെക്കറേറ്റ് ചെയ്യാം. അപ്പോൾ ബാ, നമുക്ക് നേരെ ക്രിസ്മസ് ട്രീ ഡെക്കറേഷനിലേക്ക് പോകാം. ടാ! അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ ക്രിസ്മസ് ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞ് ഫൈനലി വീട്ടിലെത്തിയിട്ടുണ്ട്. ഇതാണ് ഈ ഇയറിൽ ഞങ്ങളുടെ ക്രിസ്മസ് ഔട്ട്ഫിറ്റ്സ്. എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ അല്ലേ? ഒപ്പം ഞങ്ങൾക്കത് പുതിയ പീസിനെ കൂടെ കിട്ടിയിട്ടുണ്ട്. മാത്തച്ഛൻ്റെ ഫസ്റ്റ് ക്രിസ്മസാ അല്ലേ മാത്ത? ക്രിസ്മസ് ട്രീ ഇടണം. അപ്പം നമ്മളിനി നവംബറിൽ ഇപ്പച്ച പറയും ഇത്ര നേരത്തെ ആരും ക്രിസ്മസ് ഡെക്കറേഷൻസ് വെച്ചിട്ട് എല്ലായിടത്തും താങ്ക്സ് ഗിവിങ്ങിൻ്റെ കോഴിയും ഒക്കെ ഇരിക്കുന്ന സമയത്ത് ഞങ്ങൾ മാത്രം ക്രിസ്മസ് ട്രീ ഡെക്കറേറ്റ് ചെയ്യാൻ പോയി ഇത്രയും നേരത്തെ. അപ്പം നമുക്ക് തുടങ്ങാം ക്രിസ്മസ് ട്രീ ഡെക്കറേഷനിലേക്ക്. അപ്പോൾ ഈ പീസ് ഞങ്ങൾ അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ഞങ്ങൾ മൂന്നുപേരും ക്രിസ്മസ് ട്രീ ഡെക്കറേറ്റ് ചെയ്യാൻ പോവാ. ഓക്കെ, ലെറ്റ്സ് ഗോ. ഇനി ഇവനെ ചെയ്യിപ്പിക്കലാണ്. ചിരിക്കട കല്ല, എടാ ചിരിക്കട കല്ല.
ടിക്കിരി 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 ടി. ഓ അമ്മ ഒരു കാര്യം ചെയ്തേ അമ്മേ, അമ്മയുടെ ഫോണിൽ ഒരു വീഡിയോ പ്ലേ ചെയ്തേ. ഈ പ്രാർത്ഥന അല്ലാണ്ട് വേറെ ഒന്നും ഇല്ല എവിടെ? കുറച്ചുകൂടി ഒരു ശബ്ദമൊക്കെ ഉള്ള എന്ത് അടിപൊളി തെറ്റ്. പ്രാർത്ഥിക്കാം നമുക്ക്. അങ്ങനെ ഫൈനലി ഞങ്ങളുടെ ക്രിസ്മസ് ട്രീ ഡെക്കറേഷൻ ഇവിടെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ 3 പേരും ട്രീ ഡെക്കറേറ്റ് ചെയ്ത് വന്നു കഴിഞ്ഞപ്പോഴേക്കും മാത്തച്ഛന് അത്രയും പേഷ്യൻസ് ഉണ്ടായില്ല. അവൻ ഉറങ്ങിപ്പോയി. കാരണം ഓൾമോസ്റ്റ് 1 മണിക്കൂർ എടുത്താണ് ഞങ്ങൾ ട്രീ ഫുൾ ഡെക്കറേറ്റ് ചെയ്തത്. അങ്ങനെ മാത്തച്ഛൻ ഉറങ്ങിപ്പോയി. ഈപ്പച്ചെന്താ ഉറക്കം വന്നത് തിങ്ങി നിൽക്കൂ. അപ്പൊ ഞങ്ങള് ഇനി അധികം നീട്ടി ഇവരെ ബോറടിപ്പിക്കില്ല. പക്ഷെ ബേസിക്കലി ഞങ്ങള് ഈ നവംബറിൽ ഈ വീഡിയോ എടുക്കാനുള്ള മെയിൻ കാരണം തന്നെ മാത്തച്ഛന്റെ ഫസ്റ്റ് ക്രിസ്മസ് അല്ലേ. അപ്പൊ ഫസ്റ്റ് ക്രിസ്മസ് നാട്ടിൽ പോയ ഫോട്ടോ, ഫാമിലി ഫോട്ടോ മിസ്സാവും. ഫാമിലി ഫോട്ടോ കിട്ടിക്കോട്ടെ എന്ന് ഓർത്താണ് നമ്മള് ഈ നവംബറിൽ കയറി ഡെക്കറേറ്റ് ചെയ്തത്. പക്ഷെ കഴിഞ്ഞ് വന്നപ്പോഴേക്ക് ആശാൻ ഉറങ്ങിപ്പോയി. അപ്പൊ നമുക്ക് ഈ വേറെ ഒന്നും ഇല്ല, കൺക്ലൂഡ് ചെയ്യാം. നമ്മള് കഴിഞ്ഞിട്ടില്ല കേട്ടോ. നമുക്ക് നാട്ടിൽ ചെന്നിട്ട് ഒരു ക്രിസ്മസ് ട്രീ ഡെക്കറേഷനും കൂടെ വരുന്നുണ്ട്. അതിന്റെ വീഡിയോ കൂടെ വരുന്നുണ്ട്. ഇത് പാവം നമ്മുടെ ചേട്ടനെ സന്തോഷിപ്പിക്കാനും വേണ്ടി നമുക്കൊരു ഫാമിലി ഫോട്ടോകൾ കിട്ടാൻ വേണ്ടി എടുത്തതാ. അപ്പൊ 2024 ക്രിസ്മസ് സെലിബ്രേഷൻ ഇതോടെ നവംബറിൽ ഞങ്ങൾ കൺക്ലൂഡ് ചെയ്യാണ്. ഓക്കെ, അപ്പൊ മെരി ക്രിസ്മസ്.